വിനേഷ് ഫോഗട്ടിനെ കൈയൊഴിഞ്ഞ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. ഭാരത്തെ സംബന്ധിച്ച ഉത്തരവാദിത്തം അസോസിയേഷൻ നിയമിക്കുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർക്ക് ഇല്ല എന്ന വിശദീകരണം. ഗുസ്തി, ബോക്സിംഗ്, ജൂഡോ തുടങ്ങിയ ഇനങ്ങളിൽ കായിക താരത്തിനും പരിശീലകനുമാണ് ഉത്തരവാദിത്തം. ഒളിമ്പിക് അസോസിയേഷനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചാരണത്തെ അപലപിക്കുന്നുവെന്നും അധ്യക്ഷ PT ഉഷ. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ ഭാരപരിശോധനയെ തുടർന്ന് വിനേഷ് ഫോഗട്ട് പുറത്തായത്, അയോഗ്യയായത് ഒക്കെ രാജ്യത്തിന്റെ തന്നെ വലിയ വേദനയായി നിൽക്കുന്നതിനിടയിലാണ് പൂർണ്ണമായും കൈയൊഴിയുന്നൊരു സമീപനം ഒളിമ്പിക് അസോസിയേഷൻ എടുത്തിരിക്കുന്നത്. ഇതിൽ പഴി കേൾക്കാനില്ല എന്ന് വ്യക്തമാക്കുകയാണോ PT ഉഷ? മാധു, ഈ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയ്ക്ക് പിന്നാലെ വലിയ രീതിയിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വിചാരണയ്ക്കെതിരെ, അതായത് വലിയ രീതിയിൽ അവർക്കെതിരെ ഒരു വിദ്വേഷ പ്രചാരണം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന അവർ പുറത്തിറക്കുന്നത്. ഈ ഭാരത്തെ സംബന്ധിച്ച് മുഴുവൻ ഉത്തരവാദിത്വം കായിക താരത്തിന്റെയും അവരുടെ കോച്ചിന്റെയും മാത്രമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഈ അസോസിയേഷൻ നിയമിക്കുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ എന്തായാലും അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഈ ഒളിമ്പിക്സിൽ വരുന്ന കായിക താരങ്ങൾക്ക്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് അടക്കം വ്യക്തിഗതമായിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റും അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഉൾപ്പെടെയുള്ള സപ്പോർട്ടിംഗ് ടീമുകൾ ഉണ്ടാവും. ആ സപ്പോർട്ടിംഗ് ടീമുകൾ ഇല്ലാത്തവർക്കാണ് ഇത്തരത്തിൽ അസോസിയേഷന്റെ ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ സഹായം തേടാവുന്നതും അതുപോലെ തന്നെ അവരുടെ സഹായം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ താരങ്ങൾക്ക് വരുന്ന ഭാരത്തിന്റെ വ്യത്യാസത്തിൽ, ഭാരം കൂടുതലോ കുറവോ കൊണ്ട് മത്സരത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഒളിമ്പിക് അസോസിയേഷനോ അതല്ലെങ്കിൽ ഒളിമ്പിക് അസോസിയേഷൻ നിയമിക്കുന്ന ഈ ചീഫ് മെഡിക്കൽ ഓഫീസർക്കോ ആയിരിക്കില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്രസ്താവന പുറത്തിറക്കാനുള്ള കാരണം ഈ അയോഗ്യതയ്ക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അസോസിയേഷനും അസോസിയേഷൻ നിയമിച്ച ഈ ചീഫ് മെഡിക്കൽ ഓഫീസറും നേരിട്ടു. വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണം ഇന്ത്യയിലടക്കം നേരിട്ടു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും അതുപോലെ തന്നെ PT ഉഷയും പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പീലിന് പോയിരിക്കുകയാണ് വിനേഷ് ഫോഗട്ട്. ഇതിനിടയിൽ അവർക്ക് താങ്ങാൻ കഴിയുന്നതിലേറെ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ കായിക വിഭാഗം തന്നെ തള്ളിപ്പറയുക എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളി കൂടി വിനേഷ് നേരിടേണ്ടി വരികയാണ് ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒളിമ്പിക് അസോസിയേഷൻ തന്നെ ഒരുപക്ഷെ വിദേശ തള്ളിപ്പറയുമെന്നുള്ളത്. അവർ ഈ വെള്ളി മെഡൽ അത് പങ്കിടണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കായിക കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീലിന്റെ വിധി ഇനിയും വന്നിട്ടില്ല, ഇന്ന് വരുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒളിമ്പിക് അസോസിയേഷൻ ഈ വിനേഷിനൊപ്പം നിൽക്കുന്നതിന് പകരം അവരെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ആരായിരിക്കാം ഈ ഇത്തരത്തിൽ ഈ വെയിറ്റ് മാറിയതിൽ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതൽ കാരണക്കാരായിട്ടുണ്ട്, അല്ലെങ്കിൽ ആരതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങൾ പാർലമെന്റിൽ അടക്കം മുടങ്ങി കേട്ടിരുന്നു. അതിനിടയിൽ വിനേഷിനൊപ്പം നിൽക്കേണ്ട ഒരു അസോസിയേഷൻ തന്നെ ഇപ്പോൾ വിനേഷിനെ തള്ളി പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും വിനേഷിന്റെ ചുമലിൽ തന്നെ വെച്ചുകൊണ്ട് കൈ ഒഴിഞ്ഞിരിക്കുകയാണ്.